ഹലോ ഗൈസ്, മാസം കണ്ടു പെരുന്നാളായി. അങ്ങനെ നേരെ വിട്ട് കൊച്ചിൻ്റെ അടുത്ത് മുണ്ടട്ടി ചൊറുക്കാവാൻ. കൊച്ചു 990 കമന്റ് ഇട്ടുകൊണ്ട് തന്നെ റമീസിന്റെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ പൈസക്കുള്ള ആളെ സെലക്ട് ചെയ്തു. അർഷക്കാരനെ ബ്രോക്ക കിട്ടിയ കൊണ്ടോട്ടിയുള്ള പെരുന്നാൾ പൈസ കിട്ടാത്ത പരിഭവം കൊച്ചുവിന്റെ മനസ്സിലുണ്ടെങ്കിലും തിരക്ക് പിടിച്ച വേളയിലും ഇന്നെ പെട്ടെന്ന് കഴിച്ചിലാക്കി തന്നിട്ടുണ്ട്. ഒരുവിധപ്പെട്ട സെലിബ്രിറ്റീസിനൊക്കെ മേക്ക് ഓവർ ചെയ്യുന്ന ആളാണ് കൊച്ചു. അങ്ങനെ ഇന്നെയാണ് സെലിബ്രിറ്റി ആക്കി. നേരം വെളുത്തിരിച്ച് കുളിച്ച് കുട്ടപ്പനായി പുതിയ തുണിങ്കുപ്പായിട്ട് വീട്ടിലെ രാജകുമാരിയൊക്കെ കയ്യും കൊടുത്ത് ചക്കന്മാരായിട്ട് ഞാൻ നേരെ പെരുന്നാൾ പള്ളിയേക്ക് അങ്ങനെ ഉള്ളൂർത്ത് പള്ളിന്റെ ഉള്ളിൽ കയറി തെക്കുബീറല്ലിരിക്കുമ്പോഴാണ് കറക്റ്റ് 8 മണിയോട് കൂടി പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താമാർക്കൊക്കെ കയ്യും കൊടുത്ത് ഇതുമാരൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വല്ല പുറത്തിറങ്ങി. അപ്പൊ പിന്നെ നാട്ടിലെ ചൊർക്ക് ചങ്കാൾക്കൊക്കെ കയ്യും കൊടുത്തുകാണ്ട് എല്ലാരോടും ഇതുമാരൊക്കെ പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോ സലാംഖാനെ കണ്ടു, സിബുനെ കണ്ടു, കുഞ്ഞുമോനെയും കണ്ടു. അപ്പൊ പള്ളിന്റെ മുന്നിലുണ്ട് വൻ ആൾക്കൂട്ടം. വെറുതെ ഒന്നല്ല ആൾക്കൂട്ടം, ചെറുസ്ഥ എല്ലാവർക്കും മുട്ടായി എടുക്കണം. അങ്ങനെ നാട്ടിലെ ചെറിയവരും വലിയവരുമായിട്ടുള്ള എല്ലാവർക്കും ഞാൻ കയ്യും കൊടുത്ത് ഇതുമാരൊക്കെ പറഞ്ഞു. എല്ലാവരോടും ഇതുമാർക്ക് പറഞ്ഞ് നേരെ അവിടുന്ന് വല്യള്ളിക്കുള്ള ഖബർസ്ഥാനക്ക് ഖബർ സിയാറത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ അവിടുന്ന് ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടുമുട്ടി. അങ്ങനെ പതിവ് തെറ്റാത്ത പള്ളിന്റെ മുന്നിലെ പായസ വിതരണത്തിക്ക് ഇന്നൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പെരുന്നാൾ വിശേഷങ്ങൾ. പായസം വിതരണം ചെയ്യുക, പരസ്പരം കെട്ടിപ്പിടിക്കുക, സ്നേഹം പകരം. അങ്ങനെ മധുരമൂറ് ഇമ്പമുള്ള പായസം കുടിച്ചിക്കാണ്ട് സ്നേഹത്തിന് സൗഹാർദ്ദത്തിന്റെ മുന്നിൽ ഞാനാണ് കീയ. എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹവും ഞാൻ ഏറ്റുവാ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ വ്ളോഗറായ സഫീർ സാറിന്റെ ഒപ്പം ഒരു സെൽഫി എടുത്തുകാണ്ട് ഞാനിങ്ങനെ നേരെ നാട്ടിലെ മെയിൻ ആൾക്കാർ ഇതൊക്കെ നമ്മളെ നാട്ടിലെ ചങ്ക് ചക്കന്മാരാണ്. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് എന്നോട്. അങ്ങനെ സമീർ സാറിനെ കണ്ട് ഇതുമാരൊക്കെ അറിഞ്ഞ് നമ്മൾ നേരെ അങ്ങാടിയിലെത്തി. അങ്ങനെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് സാജുന്റെ ഒരു ഫോട്ടോ എടുത്തത്. എന്റെ ഷാനായിട്ട് ഫോട്ടോ എടുത്തിരിക്കുന്ന സമയത്താണ് കേറി പൊട്ടുന്ന വണ്ടിയായിട്ട് ജുനേറ്റ് വന്നത്. അപ്പണ്ട് ബാബായി വണ്ടി അരച്ച് ബക്കറ്റ് ബിരിയാണി ആയിട്ട് വന്നോ. ബക്കറ്റ് അരച്ച് വണ്ടിന്ന് ഞാൻ വെറുതെ പറഞ്ഞോന്നല്ല, നൗഷാക്ക് കാണിച്ചു നോക്കി. അപ്പോഴാണ് നല്ല ബിരിയാണി അടിച്ച് കാണും മണവാളൻ ആഫിമാന്റെ വരെ. എന്റെ കൈയൊക്കെ മുത്തുന്നുണ്ട്. മുസാഫിർ ബ്രോനെ കണ്ടു, ഫൈസൽ ഭായിനെ കണ്ടു, അമ്പറാഖാനെ കാണുമ്പോണ്ട് ഷർട്ടിന്റെ അതേ കളർ താടി നല്ല രസം. അപ്പോഴാണ് എന്റെ CP മണ്ടി വന്ന് കെട്ടി. ഈ പെരുന്നാൾ കുഞ്ഞാപ്പാണ് കൊണ്ടുപോയി, ഷർട്ട് ഉണ്ടില്ല. പക്ഷെ ഉണ്ണിമോൻ പറഞ്ഞത് പെരുന്നാൾ ഞാനാണ് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ആഷിഖെത്തി, ഫാസിലെത്തി, മാനെത്തി, സബീറാക്ക് എത്തി. പിന്നെ എല്ലാവരും കൂടിയിട്ട് സെൽഫി എടുത്തു. അതും കഴിഞ്ഞ് നേരെ പെരി പോയി. പിന്നെ അവിടുന്ന് നേരെ ചെറിയ ആപ്പാടക്ക്. അവിടെ കുഞ്ഞാമ്മ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു. ഒരു ഗ്ലാസ് പായസം കുടിച്ചു കണ്ട് അവിടുന്ന് നേരെ അടുത്ത ആപ്പാൻ്റെ കൊടുക്കും. ഈ കസാല ഇരിക്കുന്ന ആപ്പല്ല, ആപ്പാന്റെ കുട്ടിയാണ്. പിന്നെ അവിടെ കയറി കണ്ട് നല്ല ഹൈദരാബാദി ബിരിയാണിയാണ് കഴിച്ചു. ഓ അടിപൊളി. പായസം കിട്ടാത്തോണ്ട് ഒരു മുറുക്ക് പച്ചവെള്ളം കുടിച്ച് അവിടുന്ന് കൈയ്യാക്കി നേരെ അടുത്ത ആപ്പാൻ്റെ കൊടുക്കും. കയറി ചെന്നപ്പോ നല്ല വെറൈറ്റി ക്യാരറ്റ് പായസം തന്നു കുഞ്ഞാ. അത് കഴിഞ്ഞ് നല്ല വെറൈറ്റി മന്തി അതും കഴിച്ച് പുറത്തിറങ്ങി. കുട്ടികളൊപ്പം കുറച്ചേരം കളിച്ചിക്കാണ്ടിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമക്ക് നേരം നിങ്ങളോട് പറയാനേ പൊള്ളുണ വെയിലിട്ടോ. അങ്ങനെ പള്ളിക്കലെത്തി ജുമാസ്കാരത്തിന് ശേഷം വീണ്ടും ഖബർസ്ഥാനിലേക്ക്. അവിടുന്ന് ഇറങ്ങി മറാക്കാനിരുന്ന് പെരുന്നാൾ പൈസ വാങ്ങിക്കാണ്ട് ഞാൻ നേരെ പെരിയിൽ നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കടായും ചിക്കൻ പൊരിച്ചതും അതും കൂട്ടി എല്ലാവരും നല്ല ചോറും നിന്ന് ടൂറിന്റെ ചർച്ചക്കൊടുവിൽ ഞാനവിടെ ഉറങ്ങിപ്പോയി. ഉറക്കത്ത് നീച്ചപ്പോൾ പാലിയ ടൂർ പ്ലാനുമായിട്ട് ഞാൻ ടർഫിലെത്തി. പിന്നെ ഇവിടെ കുറച്ചേരം മുട്ടി തിരിഞ്ഞു. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.